ഹാർബറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇവിടെ സ്മോക്ക് ഡിറ്റക്ടർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ബോർഡ് ഉണ്ട്. ആ ബോർഡ് കട്ട് ചെയ്തിട്ട് ഇതാണ് അതിൻ്റെ സ്മോക്ക് ഡിറ്റക്ടർ. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ബസർ ഉണ്ട്, പിന്നെ ഒരു സ്വിച്ച് വേണം, പിന്നെ ഇത് കൊടുക്കാനുള്ള ഒരു ബാറ്ററിയും കൂടി വേണം, പിന്നെ ഒരു കേബിൾ വേണം, കുറച്ച് ഇതിൻ്റെ കണക്ടറുള്ള കേബിളാണ്, പിന്നെ കുറച്ച് വയേഴ്സ് വേണ്ടി വരും. നമുക്കത് ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് അതിൻ്റെ കേബിൾ ഉണ്ട്, അത് നമുക്ക് 2 കേബിൾ എടുത്ത് ആവശ്യത്തിനുള്ളത് എന്നിട്ട് ബാക്കി മാറ്റി വെക്കാം. നമുക്കിപ്പോൾ ഒരു പെട്ടെന്ന് അറിയാൻ വേണ്ടേ സപ്ലൈ ഒക്കെ ഉള്ളത് 2 വയറ്, 3 വയറ് കൊടുക്കാം. ഒരു റെഡ്, ബ്ലാക്ക്, ബ്രൗൺ. ഓക്കെ, അപ്പം നമുക്ക് ഈ സ്മോക്ക് ഡിറ്റക്ടർ, ഈ ഡിറ്റക്ടറിലേക്ക് ഇത് നോക്കാം. ഇതിലേക്കൊരു വോൾട്ടേജ് ഇൻപുട്ടും ഉണ്ട്, അതിൻ്റെ ഔട്ട്പുട്ടും ഉണ്ട്. ഇതിൻ്റെ കണക്ടർ കൊടുക്കാം നമുക്ക്. വോൾട്ടേജ് 2 വയർ കൊടുക്കാനുള്ള കണക്ടർ കൊടുക്കണേണ്. അതേപോലെ അതിൻ്റെ ഔട്ട്പുട്ടിലേക്കുള്ള വയറും കൊടുക്കാം നമുക്ക്. പിന്നെ നമുക്കൊരു സ്വിച്ച് വഴി ഇത് കണക്ട് ചെയ്യണമായിരിക്കും നല്ലത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്ററി 3.7 ഒരു ബാറ്ററിയാണ് എടുത്തേക്കുന്നത്. ഈ 3.7 ബാറ്ററി നമുക്ക് സ്വിച്ച് വഴി ഇത് കൊടുക്കാം. ഈ സ്വിച്ച് വഴി കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ബോർഡിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമുക്കൊരു ബസറും കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഡിറ്റക്ടർ, സ്മോക്ക് ഡിറ്റക്ടർ വർക്ക് ചെയ്യുമ്പോൾ ബസർ അടിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം ഇത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇപ്പോൾ ബസറിൻ്റെ കണക്ഷൻ കൂടി കൊടുക്കാം. ബസറിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൽ ഈ ബസറിന് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. കണ്ട, ഇതിൻ്റെ ഒരു പോസിറ്റീവ് പ്ലസ് എന്ന് എഴുതിയേക്കുന്നുണ്ട്. ആ ലെഗ് വന്നത് ഈ സൈഡിലാണ്, ഇത് നെഗറ്റീവ്. നമുക്കതൊന്ന് സോൾവ് ചെയ്യാം. നമുക്കിത് ഇതൊന്ന് കണക്ടർ ഒന്ന് കട്ട് ചെയ്ത് കളയാം. വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നമുക്ക് വയർ ജോയിൻ്റ് ചെയ്യാനുള്ളതാണ്, അത് കാരണം കട്ട് ചെയ്യണത്. അപ്പോൾ അതും ഇതേപോലെ തന്നെ സപ്ലൈയുടെ നെഗറ്റീവിലേക്ക് ഡയറക്റ്റ് വരാനുള്ളത്. മറ്റേ റെഡ് വയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് വഴി കണക്ട് ചെയ്യണം. നമുക്ക് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതേപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് സോൾഡർ ചെയ്യണമെങ്കിൽ സോൾഡർ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ബോർഡിലേക്ക് സ്വിച്ച് വഴി കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് സ്വിച്ച് വഴി കണക്ട് ചെയ്യാം.
പിന്നെ നെഗറ്റീവ് ഡയറക്റ്റ് ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സപ്ലൈ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് VCC പ്ലസ് വോൾട്ടേജ്, ഇവിടെ മൈനസ് വോൾട്ടേജ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നമ്മൾ ബസർ ആണ് എടുത്തേക്കുന്നത്. ഈ ബസറിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബസറിലേക്ക് നെഗറ്റീവാണ് ഔട്ടായിട്ട് എടുക്കേണ്ടത്. ഇതിൻ്റെ സ്വിച്ച് പോസിറ്റീവ് വയർ കോമൺ ആയിട്ട് എടുത്തിട്ട് നെഗറ്റീവ് ഔട്ടായിട്ട് എടുക്കണം. നമുക്ക് ഇതിലേക്ക് ഒന്ന് സ്മോക്ക് അടിച്ച് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് സ്മോക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്മോക്ക് ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് കത്തുന്നതാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ അത് പോകുന്നതാണ്. സ്മോക്ക് അറ്റൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്നതുകൊണ്ടാണിത് വർക്ക് ചെയ്തത്. കുറച്ച് കഴിയുമ്പോൾ സ്മോക്ക് പൊക്കോളൂ. ഇപ്പോൾ പോയതാണ്ട, അതേപോലെ വന്നതാണ്ട. നമുക്കിത് ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു ഭാഗമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. കൂടുതലായിട്ട് നമുക്ക് ഒരു സ്കൂൾ പ്രൊജക്റ്റിനും ഉപയോഗിക്കാം. അതിൻ്റെ ഒരു പ്രൊജക്റ്റായിട്ട് നമുക്ക് കൂടുതൽ വൈഡായിട്ട് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഒരു ലൈറ്റ് ബസറിന് പകരം നമുക്ക് ലൈറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഇത് ഡിറ്റക്ടർ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ബാക്കി സാധനങ്ങൾ നമ്മൾ ഇവിടെ കടകളിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതിപ്പോൾ അധികം ചിലവ് വരില്ല. സ്കൂൾ പ്രൊജക്റ്റിനൊക്കെ ആയിട്ടുള്ള നിസ്സാരമായിട്ടൊരു വരുന്നതാണ്. ഈ ഡിറ്റക്ടറിന് ഏകദേശം ഒരു 200 രൂപയോളം താഴെ വരുന്നതാണ്. ബാക്കി ബാറ്ററി, പിന്നെ അതിൻ്റെ കണക്ടേഴ്സൊക്കെ ഇട്ട് ഒരു 500 രൂപയിൽ താഴെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊരു കൂടുതലായിട്ടൊരു സ്കൂളിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യാവുന്ന ഒരു വീഡിയോയും കൂടിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള ഉപകാരപ്രദമായ വീഡിയോയുമായി ഇനിയും കാണുന്നവരെ നന്ദി, നമസ്കാരം.